ബൈജു, നമ്മൾ നൽകുന്ന ദൃശ്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോഴിക്കോട്ടെ അർജുന്റെ കുടുംബത്തിന് അവരുടെ കാത്തിരിപ്പുകൾക്ക് ആ ആകാംക്ഷയ്ക്ക് ഒരു വ്യക്തത ഉണ്ടാവേണ്ടത് അവിടുത്തെ ആ ദൃശ്യങ്ങൾ തന്നെയാണ്. അത്രയധികം പ്രാധാന്യമുണ്ട്. ഒരു കുടുംബത്തിന്റെ കാത്തിരിപ്പാണ്, നിരവധി കുടുംബങ്ങളുടെ കാത്തിരിപ്പാണ്. മലയാളിയായ അർജുൻ മാത്രമല്ല, നിരവധി പേര് ഒരുപക്ഷെ അകപ്പെട്ടിട്ടുണ്ടാവാം. എന്താണ് ആ സാഹചര്യമെന്ന്, എത്ര വലിയൊരു വ്യാപ്തിയാണ് ബൈജു, അത് വ്യക്തമാക്കി കഴിയുമോ? ആ റോഡിന്റെ ഒരു പ്രത്യേകതയും ആ സ്ഥലത്തിന്റെ പ്രത്യേകതയും, ഒപ്പം ആ അടർന്നു വീണ മണ്ണ്, അതൊരു മല പൂർണ്ണമായി തന്നെ ഇങ്ങോട്ട് വീഴുകയായിരുന്നു അല്ലേ? യെസ്, നമുക്ക് ദൃശ്യങ്ങൾ ബൈജുവിലേക്ക് മടങ്ങി വരാം. എന്തായാലും ബൈജു അവിടെ വേഗത്തിൽ വിവരങ്ങൾ തിരക്കുകയാണ്, തേടുകയാണ്. നമുക്കറിയാം, മാധ്യമ പ്രവർത്തകർക്ക് ഇതുവരെ പ്രവേശനമില്ലാതിരുന്ന ഒരിടത്തേക്കാണ് ഇപ്പോൾ ബൈജു എത്തിയിരിക്കുന്നത്. ബൈജു അവിടെ നടത്തുന്നത്, അവിടെ നിന്നും ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അവിടുത്തെ തത്സമയ സാഹചര്യമാണ്. എങ്ങനെയാണ് അർജുൻ ഈ അപകടത്തിൽപ്പെട്ടത്, അവിടുത്തെ സാഹചര്യം എന്തായിരുന്നു എന്നത്. ഒരുപക്ഷെ മലയാളികൾക്ക് മുൻകാലത്തൊരു അനുഭവമുള്ളത് കേരളത്തിലുണ്ടായ 2 ഉരുൾപൊട്ടലാണ്, മണ്ണിടിച്ചിലാണ്. ഒരു പ്രദേശം ആകപ്പാടെ തന്നെ ഇല്ലാതാകുന്ന 2 ദുരന്തങ്ങൾ മുമ്പ് കവളപ്പാറയിൽ ഉണ്ടായതാണ്. ഒപ്പം അത്തരം അനുഭവം നമുക്ക് മുന്നിലുണ്ട്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്കും ഈ സാഹചര്യം എന്താണ് സംഭവിച്ചതെന്ന് ഊഹിക്കാം. അതായത് പൂർണ്ണമായും അവിടെ നിരവധി വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഒലിച്ചുപോയി, അല്ലെങ്കിൽ പൂർണ്ണമായും മണ്ണിടിച്ചിൽ ഇല്ലാതായി എന്ന് പറയുമ്പോൾ സമാനമായ സാഹചര്യം ഇവിടെയും സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം സംഭവിക്കാൻ. പ്രകൃതിദത്തമായി തന്നെ ഏറെ ബുദ്ധിമുട്ടുള്ള ദുർബലമായ ഒരു ഭൂഘടനയുള്ള സ്ഥലത്താണ് ഇത്തരമൊരു അപകടമുണ്ടായത്. നിരവധി കല്ലും മണ്ണും അവിടെ ഉണ്ടായിരുന്ന ഇടത്തേക്ക് അടർന്നു വീണു എന്ന് വേണം നമുക്ക് കരുതാൻ. അതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് ആ സാഹചര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. അവിടെ വേഗത്തിൽ ആ ദൃശ്യങ്ങളും സാഹചര്യം ബൈജു തുടരുന്നുണ്ട്. ബൈജു, അപ്ഡേറ്റുകൾ ലഭ്യമാവുന്നുണ്ടോ? റഡാർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ മണ്ണ് മാറ്റുന്നത്? തീർച്ചയായും ആ മൺകൂന, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന മൺകൂന, ഇതിനകത്താണ് ആ ലോറി അകപ്പെട്ടിട്ടുള്ളത് എന്ന സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. അത് റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ്, ഇത്തരത്തിലുള്ള തിരച്ചിലാണ് ആ സംഭവം വ്യക്തമായിരിക്കുന്നത്. ലോറി ഉള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ മണ്ണ്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മണ്ണ് എത്രത്തോളം സമയമെടുക്കും ഈ മൺകൂനകൾ ഇവിടുന്ന് മാറ്റിയെടുക്കാൻ, എത്ര JCB അതിന് വേണ്ടിവരും എന്നത് നമുക്കിനി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ലോറി ഉള്ള സ്ഥലം കൃത്യമായി കണ്ടെത്തി. ഇനി ആ സ്ഥലത്ത് മണ്ണ് മാന്തി ഉപയോഗിച്ചുള്ള ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടത്തിയാൽ മതി. നേരത്തെ നമ്മൾ കാണുന്ന ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളിലായി JCB ഉപയോഗിച്ച് ഈ മണ്ണ് നീക്കം ചെയ്ത് നോക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി അതിനൊരു വിരാമം വന്നിരിക്കുന്നു, ഒരു പ്രതീക്ഷ വന്നിരിക്കുന്നു. കൃത്യമായ സ്ഥലം, ആ സ്ഥലത്ത് ഇനി JCB ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയാൽ മതി. ലോറി വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. പക്ഷേ എത്രത്തോളം താഴ്ചയിലാണ് ഈ ലോറി കിടക്കുന്നതെന്ന് സംബന്ധിച്ചൊന്നും നമുക്കൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അതിന് ഉദ്യോഗസ്ഥരുമായി അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സ്ഥിരീകരണം ലഭിക്കും എന്നാണ് കരുതുന്നത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള സംഘം ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. നേരത്തെ രാവിലെ നമ്മൾ കണ്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് മുന്നേ തന്നെ അവർ ഈ സ്ഥലത്ത് എത്തിയിരുന്നു. ആദ്യം രാവിലെ എത്തിയപ്പോൾ അവർക്ക് ഈ പ്രദേശത്ത് വരാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അവർക്ക് അനുമതി നൽകുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള ഏതാനും മാധ്യമങ്ങൾ മാത്രമാണ് ഈ സംഭവ സ്ഥലത്തും ഇപ്പോൾ ഉള്ളത്. സൈത്തെ, യെസ്, വളരെ ചുരുക്കം മാധ്യമ പ്രവർത്തകർ മാത്രമുള്ള, ഇതുവരെ അധികൃതർ അവിടേക്ക് പ്രവേശനം നിഷേധിച്ച ഇടത്താണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ജനങ്ങൾ കാണുക അവിടുത്തെ ദൃശ്യം, ഈ അപകടത്തിന്റെ വ്യാപ്തി കാണുക, എത്ര വലിയ അപകടമായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് കാണുക. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ബൈജു, സമീപത്തുള്ള ഒരു നദി, ആ നദിയിലേക്ക് ഈ മണ്ണ് പൂർണ്ണമായി ഇടിഞ്ഞു വീഴുകയാണല്ലോ ഉണ്ടായത്. ഇപ്പോൾ ഈ മാറ്റുന്ന മണ്ണ് അതെങ്ങോട്ടേക്കാണ് മറിച്ചിടുന്നത്? റോഡിന്റെ മറുവശത്തേക്കാണോ? എന്താണ് അതിന്റെ ഒരു ക്രമീകരണമൊക്കെ അവിടെ? സൈത, ഇവിടെ നിന്നും നീക്കം ചെയ്യുന്ന മണ്ണ് വളരെ ദൂരം, കിലോമീറ്ററുകൾക്ക് അപ്പുറം കൊണ്ടുപോയി അവിടെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുന്ന തരത്തിലാണ് പ്രവർത്തികൾ. അത് കഴിഞ്ഞ ദിവസവും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം കുറച്ച് വൈകാൻ ഇടയായത്. ഇവിടെ മണ്ണ്, ഈ സമീപ സ്ഥലത്തൊന്നും മണ്ണ് ഇത്തരത്തിൽ മാറ്റിയിടാൻ ഒരു സ്ഥലമില്ല. അത്രത്തോളം വലിയ ഏരിയയിൽ തന്നെ ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് വീണിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ 400-500 മീറ്ററോളം ദൂരത്തിൽ ഒരു മല അപ്പാടെ ഇടിഞ്ഞ് എവിടെയാണ് ഈ വാഹനം അകപ്പെട്ടതെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. അതിന് ചിലപ്പോൾ ആഴ്ചകൾ, മാസങ്ങൾ എടുക്കുന്ന സാഹചര്യം നമുക്ക് ഇവിടെ നേരിട്ട് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നു. ഇത് നേരത്തെ റഡാർ സംവിധാനം ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ലോറി ഒരുപക്ഷെ ഇന്നലെ തന്നെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. ഏതായാലും ഇപ്പോൾ കുറ്റം പറച്ചിലിന്റെ ഒരു സമയമല്ല എന്നറിയാം. സംഭവ സ്ഥലത്ത് തന്നെയാണ് നമ്മളുള്ള അതിവൈകാരികമായ ഒരു സ്ഥലം. ഇവിടെ അർജുൻ, ഇവിടെ എവിടെയോ അർജുനുണ്ട്, അർജുൻ ജീവനോടെയുണ്ട് എന്ന പ്രാർത്ഥനയോടെ
നമ്മളും ഒപ്പം കുടുംബങ്ങളും ഒരു കേരളം മൊത്തം കാത്തിരിക്കുന്നു. ഇപ്പോൾ കന്നഡ മാധ്യമങ്ങളും നമുക്കൊപ്പം ചേരുന്നു. അർജുൻ എവിടെ എന്ന ചോദ്യം അവരും ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അവരും നമ്മോടൊപ്പം ഈ അർജുനെ തേടിയുള്ള ഈ യാത്രയിൽ അവരും കന്നഡ ചാനലുകാരും ഇന്നു മുതൽ സജീവമായിരിക്കുന്നു. ഇന്നലെ വരെ അവർ ഈ ഭാഗത്തുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് അവർ കേരളത്തിന്റെ ഒരു വിഷയം അവർ ഏറ്റെടുത്തിരിക്കുന്നു. അവർ മുൻകൈ എടുത്തതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ എത്താൻ കഴിഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം. അവർ MLA കൊണ്ടുവന്ന് MLA സമ്മർദ്ദം ചെലുത്തിയാണ് നമുക്ക് ഇവിടെ എത്താൻ സാധിച്ചത്. നമുക്ക് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ മുകളിലെ ഈ ദൃശ്യം പോലും ജനങ്ങൾക്ക് കാണിക്കാൻ സാധിക്കില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു രാവിലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ചിത്രം വ്യക്തമാണ്. വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ പൂർണ്ണമായ തത്സമയ ദൃശ്യം നമുക്ക് കാണിക്കാൻ സാധിച്ചു. ആ JCB ഉപയോഗിച്ച് വലിയ തോതിലുള്ള പ്രവർത്തനം നടക്കുന്നു. 6ഉം 7ഉം JCBകളൊക്കെ ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നു. നമുക്കിവിടെ കാണാം. നിരവധി ഉദ്യോഗസ്ഥർ, പല ഡിപ്പാർട്ട്മെന്റിലുള്ള നിരവധി ഉദ്യോഗസ്ഥരെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ സജിത് സൂചിപ്പിച്ച ലോറികളിൽ ഈ മണ്ണ് എടുത്തതിന് ശേഷം മണ്ണ് കൊണ്ടുപോകാൻ നിരവധി ലോറികൾ ഈ പ്രദേശത്ത് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ട രീതിയിൽ ഈ ഒരിക്കലും ഈ ഇതുവഴി ഗതാഗതം ഇനി എത്ര ദിവസം എടുക്കും എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ. അത് മാത്രമല്ല, ഇത് മണ്ണ് റോഡിൽ നിന്ന് നീക്കം ചെയ്താൽ പോലും ഈ വഴി എങ്ങനെയാണ് ഇനി സുരക്ഷിതമായി യാത്ര ചെയ്യുക എന്ന ചോദ്യം പോലും ഉയർന്നെടുക്കുന്നു. ഇനിയും മലയിടിച്ചിലിന് സാധ്യതയുണ്ട്. നിലവിൽ മഴയില്ലാത്തതാണ് വലിയ ആശ്വാസം ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം. മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനത്തെ അത് ബാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ലോറി കണ്ടെത്തിയ സ്ഥലത്ത് ഇപ്പോൾ ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. അവിടേക്ക് കൂടുതൽ JCBകൾ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. അവിടുത്തെ മണ്ണ് മാറ്റേണ്ടിയിരിക്കുന്നു. ആ പ്രവൃത്തികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. എന്തായാലും റഡാർ അതിന്റെ ജോലി നിർവഹിച്ച് അത് തിരിച്ച് താഴേക്ക് ഇറക്കിയിരിക്കുന്നു. അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങളുള്ളത്. ചൈത്തെ ബൈജു, ഈ നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നു. ഒരു വലിയ ടവർ, ഒരു വൈദ്യുതി ടവറാണെന്ന് തോന്നുന്നു. അത് ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാം. ഒരുപക്ഷെ ആ മലയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ടവർ ആവാം ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് തകർന്ന് വീണ് കിടക്കുന്നത്. അങ്ങനെ വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും ആ ഒരു ടവർ അപ്പാടെ നിലംപൊത്തിയ സാഹചര്യം മാത്രമല്ല സൈത്തെ വലിയ പാറ കഷ്ണങ്ങൾ. നമ്മൾ നേരത്തെ ഒന്നും പറഞ്ഞ പോലെ വെറും ഒരു മണ്ണിടിച്ചിൽ എന്ന് പറഞ്ഞാൽ പോരാ. വലിയ വലിയ പാറ കഷ്ണങ്ങൾ താഴിലേക്ക് പതിച്ച് ഇത്തരത്തിൽ അപകടകരമായ സാഹചര്യത്തിൽ നിൽക്കുന്നു. ഇത്രയും മണ്ണും ഈ പാറക്കഷ്ണങ്ങളൊക്കെ നീക്കം ചെയ്യാൻ ഇനി ഇത്ര ദിവസം എടുക്കേണ്ടി വരുമെന്ന് സംശയമാണ്. മാത്രമല്ല, ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ ഇനി ഇത് ലോറി ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല. ആ ലോറിയുടെ ലൊക്കേഷൻ മാത്രമാണ് ഇപ്പോൾ കണ്ടെത്തിയതെന്ന് ഈ റഡാർ വിദഗ്ധർ പറയുന്നത്. പക്ഷെ ഈ ലോറി കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. ലോറിയുടെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടിട്ടില്ല. ലോറിയുടെ ലൊക്കേഷനാണ് കണ്ടെത്തിയത് റഡാർ ഉപയോഗിച്ച്. ആ സ്ഥലം ഇനി പരിശോധിച്ച് നോക്കണം. അത് അർജുന്റെ ലോറി തന്നെ ആയിരിക്കും എന്ന പ്രതീക്ഷയാണ്. മറ്റു വാഹനങ്ങളും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇനി അത്തരത്തിൽ മറ്റേതെങ്കിലും വാഹനമാണോ അതെന്നൊരു സ്ഥിരീകരണവും വരാനുണ്ട്. ഏതായാലും അർജുൻ ഉണ്ടായിരുന്ന ലോറി തന്നെയാണ് അതെന്ന ഒരു പ്രതീക്ഷയിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അർജുൻ ജീവനോടെ ആ വാഹനത്തിനകത്തുണ്ടാകും. നമ്മൾ ഈ കാണുന്ന മൺകൂനയ്ക്ക് അകത്ത് അർജുൻ ജീവനോടെ ഉണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. അത്തരത്തിലുള്ള വലിയ ആശങ്കയാണ് ഉയരുന്നത്, പ്രാർത്ഥനയാണ് ഉയരുന്നത്. എന്തായാലും മണിക്കൂറുകളായി, ദിവസങ്ങളായി, 2 ദിവസമായി തുടർച്ചയായി സംപ്രേഷണം നമ്മൾ ഈ വാർത്തയിലേക്ക് നമ്മൾ എത്തുന്നു. പല വാർത്തകളും ആദ്യം നമ്മൾ കൊടുക്കുന്നു. ഏറ്റവും ഒടുവിലായി ഈ സ്ഥലത്തിന്റെ ദൃശ്യം നമ്മൾ തത്സമയം ഈ ഇവിടത്തേക്ക് കടന്നു വരുന്ന ദൃശ്യം ഉൾപ്പെടെ നമ്മൾ കാണിക്കുന്നു. ഇപ്പോൾ ഈ മണ്ണുമാന്തി ഉപയോഗിച്ച് ആ ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയ സ്ഥലം ആ മണ്ണ് നീക്കം ചെയ്യുന്നതാണ്. ഇപ്പോൾ വീണ്ടും ആ പ്രവൃത്തി പുനരാരംഭിച്ചിരിക്കുന്നു. ആ ദൃശ്യമാണ് നമ്മൾക്കിപ്പോൾ കാണുന്നത്.